Hi friends, welcome back. 200 megapixel ഈ ഒരു ക്യാമറയുള്ള ഫോൺ 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊണ്ട് ചാർജ് ചെയ്യാം. ഗംഭീര സെറ്റപ്പ് ആണ്. പവർഫുൾ ആയ Snapdragon 8+ Gen 1 പ്രോസസർ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. Motorola Edge 30 Ultra എന്ന് പറയുന്ന ഫോണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സംഗതിയൊക്കെ ഗംഭീരമാണ്. പക്ഷേ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ? എൻ്റെ ഒപ്പീനിയനാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. Edge 30 Ultra എന്ന ഫോണുണ്ട്, അതേപോലെ Edge 30 Fusion എന്ന ഫോണുണ്ട്. രണ്ടും എൻ്റെ കയ്യിലുണ്ട്. ഈ രണ്ട് ഫോണുകളെ കുറിച്ചുമുള്ള എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ അൺബോക്സിംഗ് ഞാൻ ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ പറയാം ഈ ഒരു ഫോണുകളുടെ കാര്യങ്ങളൊക്കെ. ഈ ഒരു ബോക്സിൻ്റെ ഡിസൈനൊക്കെ കാണാം. ഒരു തനി പേപ്പർ സെറ്റപ്പാണ്, ഇക്കോ ഫ്രണ്ട്ലിയാണ് മൊത്തത്തിൽ, പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ മുകളിൽ തന്നെ ഉണ്ട്, അതും ഒരു പേപ്പർ കവറിൽ തന്നെയാണ്, പേപ്പർ കൊണ്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണിൻ്റെ ലുക്കൊക്കെ ഇവിടെ കാണാം. നന്നായിട്ടുണ്ട്. ഓവറോൾ നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. റിയർ സൈഡ്, ഫ്രണ്ടിൽ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെയാണ്, അതും ഭംഗിയായിട്ടുണ്ട്. കൂടുതൽ വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, മറ്റൊരു ചെറിയ ബോക്സിനകത്ത് കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ചാർജർ 125 വാട്ടിന്റെ ചാർജർ ഈ രീതിയിൽ ഒരു 125 വാട്ടിന്റെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ ടൈപ്പ് C to C കേബിളും ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇത്രയുമാണ് ബോക്സിലെ കണ്ടന്റുകൾ. Edge 30 ഫ്യൂഷനിലും നമുക്ക് ഏറെക്കുറെ സിമിലർ ആയ ഐറ്റംസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷേ ഫ്യൂഷനിൽ 68 വാട്ടിന്റെ ചാർജിങ്ങേ ഉള്ളൂ. സോ ബോക്സിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. എന്തൊക്കെയാണ് ഈ ഫോണിന്റെ സവിശേഷതകൾ? ഇതിന്റെ വില ഞാൻ ആദ്യം തന്നെ പറയാം. 60,000 രൂപയ്ക്കാണ് അൾട്ര ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ 55,000 രൂപയ്ക്ക് കിട്ടും ഓഫറിൽ. ബിഗ് ബില്യന്റെ ഓഫർ ടൈമിലൊക്കെ 55,000 രൂപയ്ക്ക് ഓഫറിൽ അവർ കൊടുക്കുന്നുണ്ട്. സോ നല്ല പ്രൈസാണ്. ഇതിന്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല പ്രൈസാണ്. എന്തൊക്കെയാണ് സ്പെക്ക്? ആദ്യമായിട്ട് ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. കയ്യിൽ പിടിക്കാനും യൂസ് ചെയ്യാനൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് ഫോണുകളും കയ്യിൽ പിടിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ നന്നായിട്ടുണ്ട്. ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആയ കംഫർട്ടബിൾ ആയ സെറ്റപ്പാണ്. 175 ഗ്രാം മാത്രമേ ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. അൾട്രയ്ക്ക് കുറച്ചുകൂടി കൂടുതലുണ്ട്, 198 ഗ്രാം വരുന്നുണ്ട്. എങ്കിലും രണ്ടും വളരെ ലൈറ്റ് വെയിറ്റ് ആയ കംഫർട്ടബിൾ ആയ ഒരു സെറ്റപ്പ് തന്നെയാണ്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ടും ബാക്ക് സൈഡും കർവ്ഡ് ആയതുകൊണ്ടും കയ്യിൽ പിടിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. Gorilla Glass 6 ഒക്കെ ആവാമായിരുന്നു അല്ലേ? IP52 വാട്ടർ സെൻസ് സംവിധാനമാണ് വരുന്നത്. IP68 കൊടുക്കാമായിരുന്നു. ഈ വിലയൊക്കെ ആവുന്നുണ്ട്, 55 ആവുന്നുണ്ട് അൾട്രയ്ക്ക്. അൾട്രയിലെങ്കിലും IP68 കൊടുക്കാമായിരുന്നു, കൊടുത്തിട്ടില്ല. സിം ഒക്കെ ഡുവൽ നാനോ സിം തന്നെയാണ് വരുന്നത്. മെമ്മറി കാർഡിന്റെ സ്ലോട്ട് ഒന്നും വരുന്നില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, ഡോൾബി സപ്പോർട്ടൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. സൗണ്ട് ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം നമുക്ക്. ഇതാ ഒന്ന് കേട്ട് നോക്കിക്കോളൂ. സോ അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. നല്ല ക്വാളിറ്റി സ്പീക്കറാണ്. 3.5mm ജാക്ക് ഇല്ല. അതിപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഒന്നിലും കാണുന്നില്ല. അതുകൊണ്ട് ഒരു കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. ബട്ട് നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അത് മിസ്സിംഗ് ആണെന്നുള്ളത് ഒന്ന് മനസ്സിൽ കീപ്പ് ചെയ്തോളൂ. സോ ഡിസൈനും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എനിക്ക് ഈ ഡിസൈനിൽ ആകെ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം, ഇതിൻ്റെ ക്യാമറ മോഡ്യൂൾ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുമ്പോൾ ഒരു ഇത്തിരി കൂടി ഒരു നല്ല ഒരു മോഡേണായ, ഒരു സ്റ്റൈലിഷായ ഒരു ക്യാമറ മോഡൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അത്ര ഒരു സ്റ്റൈലിഷ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതെനിക്ക് തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം. എന്തായാലും ഓവറോൾ കൊള്ളാം. ഇതിൻ്റെ ചാർജർ 125 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നതെന്ന് പറഞ്ഞു. 10-25 മിനിറ്റ് കൊണ്ടൊക്കെ ഈസി ആയിട്ട് ഫുള്ളായിട്ട് ചാർജ് ചെയ്തെടുക്കാം, ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ ഫ്യൂഷനിൽ 68 വാട്ടിൻ്റെ ചാർജിങ്ങേ ഉള്ളൂ. അതായത് മറ്റേ ചെറിയ വേരിയൻറ്റിൽ, കുറഞ്ഞ വേരിയൻ്റാണ് Edge 30 ഫ്യൂഷൻ. ഇതിൽ 68 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. ഒരു 30-40 മിനിറ്റ് കൊണ്ടൊക്കെ ചാർജ് ചെയ്യാം, വലിയ കുഴപ്പമില്ല. ഞാൻ അത് ക്ലിയർ ആയിട്ട് ടെസ്റ്റ് ചെയ്തില്ല. ഇത് 25 മിനിറ്റ് കൊണ്ടൊക്കെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. അൾട്രയിൽ നമുക്ക് 4610 mAh ബാറ്ററിയാണ് വരുന്നത്. ഫ്യൂഷനിൽ 4400 mAh ആണ്. അൾട്രയ്ക്ക് വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട്. റിവേഴ്സ് ചാർജിങ്, വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും, 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. സോ ടോട്ടലി ഈവൻ അഡ്വാൻസ്ഡ് ആണ് ഈ Edge 30 Ultra. ബാറ്ററി ലൈഫിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഡീസൻ്റായ ബാറ്ററി ലൈഫൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ദിവസമൊക്കെ സുഖമായിട്ട് കടന്നു പോകാം. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയ കാര്യം പറഞ്ഞിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങൾ. 200 മെഗാപിക്സലിൻ്റെ ക്യാമറ. എങ്ങനെയുണ്ടാവും ഇതിൻ്റെ ക്വാളിറ്റി? നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? കണ്ടു നോക്കൂ സാമ്പിൾ. ഈ കാണുന്ന രീതിയിലാണ് 200 മെഗാപിക്സലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നോർമലി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇമേജുകൾ. നന്നായിട്ടുണ്ട്. കളറുകളും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ബട്ട് കുറച്ചുകൂടി നന്നാവാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്നും കൂടി ഇമ്പ്രൂവ് ആവാം. കാരണം ഈ ഒരു പ്രൈസിലേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവാനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ 200 മെഗാപിക്സലിൻ്റെ റെസൊല്യൂഷൻ, ഹൈ റെസൊല്യൂഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ക്വാളിറ്റിയാണ് കിട്ടുന്നത്. നല്ല ഹൈ റെസൊല്യൂഷൻ ഇമേജ് തന്നെയാണ് കിട്ടുന്നത്. 40-45 MB ഒക്കെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്, ഒരു ഫോട്ടോയുടെ സൈസ്. സോ വലിയ റെസൊല്യൂഷനിലുള്ള ഒരു ഫോട്ടോസൊക്കെയാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് എടുക്കാൻ സാധിക്കുക. ബട്ട് ക്ലാരിറ്റി ലെവലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്. പക്ഷേ ഇത് ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു പ്രൈസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചും കൂടി ഒന്ന് നന്നാവാനുണ്ട്. വീഡിയോ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം.
നല്ല ഡീസൻ്റായ വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. 4K 30 FPS 60 FPS ഒക്കെ ഷൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലും 4K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8K വരെ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. 8K ഒന്നും നമുക്ക് നോർമലി ആവശ്യം വരില്ല. അത് ഒഴിച്ചു നിർത്തിയാലും 4K ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലും ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ക്യാമറയുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഫോട്ടോസും നിങ്ങൾക്ക് കാണാം. നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. സോ ഫോട്ടോസ് ക്യാമറ 200 മെഗാ പിക്സലിൻ്റെ ആ ഒരു സംഭവം എന്തെങ്കിലും സ്പെഷ്യൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഈ ഹൈ റെസൊല്യൂഷനും കൂടിയ സൈസും മാത്രമാണ് അവിടെ ഉള്ളത്. ഫ്യൂഷനിലേക്ക് വരുമ്പോൾ ക്യാമറ കുറച്ചുകൂടി ഒന്ന് നന്നാവാനുണ്ട്. പ്രത്യേകിച്ചും ഈ ലോ ലൈറ്റ് സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് ഫ്യൂഷൻ്റെ ഒരു സെൽഫി ക്യാമറ വീഡിയോ ക്വാളിറ്റിയാണ്. 30 ഫ്യൂഷൻ്റെ നോയ്സ് ആണ്, മൊത്തത്തിൽ നോയ്സ് ആണ്. നിങ്ങൾക്ക് ഡാർക്ക് ഏരിയ മൊത്തം നോയ്സ് കാണാം. എൻ്റെ സ്കിന്നാണെങ്കിൽ ബ്ലോൺ ഔട്ട് ആയി പോയിരിക്കുന്നത് കാണാം. ഓവർ ലൈറ്റ് ഒന്നുമില്ല, സിറ്റ് ഔട്ടിലെ സാധാ ലൈറ്റ് ആണ്, ബ്ലോൺ ഔട്ട് ആയിരിക്കുന്നു. സോ ഒരു വളരെ ശരാശരി നിലവാരം മാത്രമേ ഇതിൻ്റെ ക്യാമറയ്ക്കുള്ളൂ. ഈ പ്രൈസിനുള്ളൊരു ക്യാമറയൊന്നും ഇല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നുണ്ട്. ഇത് Edge 30 ഫ്യൂഷൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ്. ഹെവി നോയ്സ് ലെവലും ഭയങ്കരമായിട്ടുള്ള നോയ്സ് ലെവലും സ്കിന്നൊക്കെ പലയിടത്തും ബ്ലോൺ ഔട്ട് ആവുന്നത് ഇതിന്റെ മെയിൻ ക്യാമറയുടെ ഭാഗത്തും കാണുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഇതിന്റെ ക്യാമറ എല്ലാം കൊണ്ടും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആണ്. ഈ ഒരു വിലയ്ക്കുള്ളത് ഉണ്ടോ എന്നുള്ളത് നല്ല രീതിക്ക് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതിന്റെ വിലയും വരുന്നൊരു 45 രൂപ റേഞ്ചിൽ വില വരുന്നുണ്ട്. സോ ആ റേഞ്ചിൽ വിലയ്ക്കുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കാണാൻ കിട്ടുന്നില്ല. സോ ഫ്യൂഷൻ എടുക്കാൻ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ഇവർ അപ്ഡേറ്റിലൂടെ ഫിക്സ് ചെയ്യുമായിരിക്കാം. എങ്കിൽ പോലും ഓവറോൾ ഫ്യൂഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്യാമറ അത്ര നന്നായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ ടോട്ടലി അൾട്ര ക്യാമറയ്ക്ക് കൊള്ളാം. ഫ്യൂഷൻ കുറച്ചുകൂടി നന്നാവാമായിരുന്നു എന്നുള്ളതുമാണ് എൻ്റെ ക്യാമറയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണുകളെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ. പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ് ഈ അൾട്രയിൽ വരുന്നത്. ഫ്യൂഷനിലാണെങ്കിൽ 888+ ആണ്. രണ്ടായാലും പെർഫോമൻസിന് യാതൊരു പ്രശ്നവുമില്ല. പക്ക സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗെയിമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കാം. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ടോട്ടലി കിട്ടുന്നുണ്ട് രണ്ട് ഫോണിലും. ആൻഡ്രോയിഡ് 12 ആണ് ഇതിൽ വരുന്നത്. അൾട്രയിൽ നമുക്ക് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതേപോലെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. ഫ്യൂഷനിലാണെങ്കിൽ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കിട്ടുന്നത്. സോ രണ്ടായാലും ഡീസൻ്റ് ആയ സെറ്റപ്പ് തന്നെയാണ്. സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. കിട്ടിയാൽ നന്നായി. ഇനി ഈ രണ്ട് ഫോണുകളിലും ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കർവ്ഡ് ഡിസ്പ്ലേ ഓൾറെഡി കൈ പിടിക്കാനും യൂസ് ചെയ്യാനൊക്കെ തന്നെ വളരെ നന്നായിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ ക്വാളിറ്റിയും വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. 6.67 ഇഞ്ച് വരുന്ന കർവ്ഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് അൾട്രയിൽ വരുന്നത്. 6.55 ഇഞ്ച് വരുന്ന കർവ്ഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഫ്യൂഷനിൽ വരുന്നത്. രണ്ടായാലും 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ്, HDR10+, അതേപോലെ 1250 നിറ്റ്സ് ബ്രൈറ്റ്നസ് അൾട്രയിൽ വരുന്നുണ്ട്. ഫ്യൂഷനിൽ നമുക്ക് 1100 നിറ്റ്സ് ആണ്. രണ്ടും നല്ല രീതിക്ക് ബ്രൈറ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലടക്കം നല്ല വിസിബിലിറ്റി ഉണ്ട്. ഞാൻ ഔട്ട്ഡോർ കുറച്ചധികം ഉപയോഗിച്ചു. രണ്ടും ഗംഭീരമാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് 1-2 നല്ല ഫീച്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ എഡ്ജ് ലൈറ്റിംഗ് നമ്മൾ ചാർജിനിട്ട് കഴിഞ്ഞാൽ ബാറ്ററി കയറുന്നതിനനുസരിച്ച്, ബാറ്ററിയുടെ ആ ചാർജ് ലെവൽ കയറുന്നതിനനുസരിച്ച് എഡ്ജിൽ ഇങ്ങനെ ഒരു ലൈറ്റ് പോകും. അത് വളരെ നൈസായിട്ടുണ്ട്. ചാർജ് ലെവൽ അറിയാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഈ എഡ്ജിൽ ഒരു ലൈറ്റ് കത്തുന്ന പരിപാടി ഇഷ്ടംപോലെ ഫോണുകളിൽ ഇത് ഉള്ള ഫീച്ചറാണ്. എങ്കിൽ പോലും ഇതിലും അത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ മോട്ടോയുടേതായ എല്ലാ ജസ്റ്ററുകളും ഇതിനകത്തുണ്ട് കേട്ടോ. അത് നമ്മൾ സ്ഥിരമായിട്ട് പല ഫോണുകളിൽ കണ്ടുവന്നതാണ്. സോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ ഈ ക്യാമറയെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ കമ്പ്യൂട്ടറിൽ വെച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വെബ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചർ. ഇതിൻ്റെ സ്ക്രീൻ അങ്ങനെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ. അതിനൊന്നും തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആവശ്യമില്ല. അതൊക്കെ ഡയറക്റ്റായിട്ട് ഈ ഫോണിൽ നിന്ന് തന്നെ ചെയ്യാം. ആ വക ഫീച്ചറുകളെല്ലാം നമ്മൾ മുൻപേ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളതാണ് മോട്ടോയുടെ പഴയ ഫോണുകളിലൊക്കെ. സോ അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഇവിടെ വീണ്ടും കാണിക്കുന്നില്ല. ഇനി ഇതിനകത്ത് മറ്റു ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉള്ള ഫോണാണ് കേട്ടോ. കരിയർ അഗ്രിഗേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. 5Gക്ക് ആണെങ്കിൽ 13 5G ബാൻഡുകൾ, ഡുവൽ സിമ്മും 5G സപ്പോർട്ട് ചെയ്യുന്നു. സ്റ്റാർ വാല്യൂ ഒക്കെ ലിമിറ്റിനകത്ത് തന്നെ വരുന്നു. ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ. സോ ടോട്ടലി ഒരു നല്ല ഫോണുകൾ തന്നെയാണ്. വേറെ പറയത്തക്ക കംപ്ലൈൻറ്റുകൾ യൂസ് ചെയ്തതിൽ നിന്നും ഈ രണ്ട് ഫോണിലും കംപ്ലൈൻ്റ് ഒന്നും തോന്നിയില്ല. ആകെ ഈ ഫ്യൂഷൻ്റെ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് മാത്രമാണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം ഈ രണ്ട് ഫോണും നന്നായിട്ടുണ്ട്. മോട്ടോ ഫോണുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 59,999, അതായത് 60,000 രൂപയാണ് അൾട്രയ്ക്ക്. പക്ഷേ 55,000 രൂപയ്ക്ക് ഈ ഓഫറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഓഫറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കുക. അപ്പോൾ കുറച്ച് ബെറ്റർ ആയ രീതിയിൽ കിട്ടും. ഫ്യൂഷൻ ആണെങ്കിൽ 42,999, 43,000 രൂപയാണ്. ഓഫർ പ്രൈസ് 39,999, അതായത് 40,000 രൂപയ്ക്ക് കിട്ടും. സോ ഒരു നല്ല റേഞ്ച് തന്നെയാണ്, മോശമൊന്നും പറയാനില്ല. ഡീസൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടായിരുന്നു സാമ്പിളുകൾ കണ്ടിട്ട്? ഞാൻ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ. നമുക്ക് അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.